നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റലിയിലൂടെയാണ് ഇപ്പൊ എൻ്റെ യാത്ര. എൻ്റെ കൂടെ ഒരു ഇറ്റാലിയൻ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ മെസ്സിന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വളരെ രസകരമായ ഒരു യാത്രയാണ്. നമുക്ക് കുറച്ച് ദൂരം ഓടാനുണ്ട്, പക്ഷെ അങ്ങനെ വലിയ ബോറടിക്കുന്നൊന്നുമില്ല. ഒന്നാമത്തെ കാരണം നല്ല റോഡാണ്. റോഡ് ഫെസിലിറ്റി അടിപൊളിയായതുകൊണ്ട് കാറൊക്കെ നല്ല ചീറിപ്പാഞ്ഞ് പോവാണ്. നമുക്കൊരു 135 km/h മേലെ സ്പീഡിൽ പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ദൂരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. അത് വലിയൊരു പ്രത്യേകതയാണ്, നമുക്കൊരു അഡ്വാൻറ്റേജ് ആണത്. പിന്നെ പുറത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ്. കുറെ ബീച്ചും ആ ബീച്ച് സൈഡിലുള്ള വീടുകളും പിന്നെ കുറെ മലനിരകള്, കൃഷിപ്പാടങ്ങള്, ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു അനുഭവമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് കുറച്ചും കൂടി ക്യൂരിയസ് ആയിട്ട് നമ്മൾ ഇതൊക്കെ നോക്കി കാണും. നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചകളാണ് നമുക്കൊരു രസത ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല. പുതിയ യാത്രയാകുമ്പോൾ നമുക്ക് നല്ല രസമാണ് നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാറിന് എണ്ണ അടിക്കാൻ വേണ്ടി വെയിറ്റ് ആണ്. ആ സമയത്ത് ഞാൻ കാറിലൊന്നും പതുക്കെ പുറത്തിറങ്ങി. പുറത്തെ കാഴ്ച എന്ന് പറയുന്നത് ഗംഭീര കാഴ്ചയാണ്. കടലിന്റെ ഈ സൈഡിൽ ഈ വീടുകളൊക്കെ ഉള്ള കാഴ്ച കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പെട്ടികളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. മെസ്സിനേക്കാണ് യാത്ര. മെസ്സിന ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട്. ഇറ്റലിയിലെ റോഡുകളൊക്കെ അധികം ഇതുപോലുള്ള വലിയ പാറകളൊക്കെ തുറന്നിട്ടാണ്. ഒരുപാട് തുരങ്കമുണ്ട്. വലിയ മലകളൊക്കെ തുറന്നിട്ട് അതിന്റെ അടിയിൽ കൂടിയാണ് റോഡുകളൊക്കെ പോകുന്നത്. ഈ സമയത്ത് ഞാൻ നമ്മുടെ നാടിനെ കുറിച്ച് ഓർത്തു. വയനാടും ഇടുക്കിയൊക്കെ പോലുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഇങ്ങനെയുള്ള റോഡുകൾ ഉണ്ടാക്കാൻ കഴിയുമോ എനിക്കറിയില്ല. അതൊക്കെ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ നല്ല രീതിയിലാണെന്നും നമുക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് വർഷം മുമ്പാണ് ഈ റോഡുകളൊക്കെ വന്നിട്ടുള്ളത്. അവർ നന്നായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടെക്നോളജി എപ്പോഴും ഉപയോഗിക്കേണ്ടത് പ്രകൃതിക്ക് കോട്ടം വരാത്ത രീതിയിൽ നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പ്രകൃതി ഒരിക്കലും നശിപ്പിക്കാതിരിക്കുക, അതിനെ കൂടെ സംരക്ഷിച്ചു പോവുക. അപ്പം നമുക്ക് തിരിച്ച് നമ്മളെ പ്രകൃതിയും അതുപോലെ സംരക്ഷിക്കുന്നതാണ് എൻ്റെ കുറേ ചിന്തകൾ. കാരണം വലിയ വലിയ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. മരങ്ങളൊക്കെ നശിപ്പിച്ചാലും അവർ റോഡ് സൈഡിലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മരങ്ങളും പാർക്കുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാനിവിടെ ഇറ്റലിയിലൊക്കെ കണ്ട ഏറ്റവും വലിയൊരു കാഴ്ച അതാണ്.